എന്നാ എന്നാ കാര്യം എന്നാ കാര്യം എന്നല്ലേ പറയാൻ എൻ്റെ അടുത്ത് എവിടെ പോയി കാണുന്നു എവിടായിരുന്നു എവിടാ എവിടെ ആയിരിക്കും അത് പറ കല്യാണ പെണ്ണിനെയും ചെറുക്കനെ കണ്ടിട്ട് ആകാംക്ഷയോടെ ഇരിക്കുന്നു. സ്നേഹിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി. അപ്പം ആ കൊച്ചു കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. വിയാലോന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ നല്ല സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം കുറേ നാളായി നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട്, ഒരു ദിവസത്തെ കംപ്ലീറ്റ് ഡേ കുറേ നാളായി ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ കംപ്ലീറ്റ് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. കുഞ്ചൂസ് തന്നെ ഇവിടുന്ന് കുറച്ച് മുമ്പ് എണീറ്റ് പോയി കേട്ടോ. അതായത് രാവിലെ പിള്ളേർ സ്കൂളിൽ വരേണ്ടതുകൊണ്ട് നേരത്തെ എണീറ്റ് രണ്ടുപേർക്കും പറ്റുള്ളൂ. ഇന്നലെ ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല. കാര്യം എന്താ വെച്ചാൽ ഇന്നലെ പില്ലോ മാറി കേട്ടോ. അതായത് ഒരു ഉണ്ട പില്ലോ, നല്ല ഹൈറ്റ്. അപ്പം നമുക്ക് കിടന്നിട്ട് അങ്ങോട്ട് ഉറങ്ങാൻ പറ്റത്തില്ല. ഇത്രയും നാൾ ചെറിയ തലയെണ്ണ വെച്ച് ശീലിച്ചുകൊണ്ട് ഭയങ്കര പാടായിരുന്നു കേട്ടോ. അപ്പം രാവിലെ നമ്മൾ എണീക്കുന്ന കൂട്ടത്തിലാണ് നമ്മുടെ ചിട്ടുമണി എണീക്കുന്നത്. അപ്പം നമ്മൾ എണീക്കുന്ന ആ ഒരു ടൈമിൽ മിക്കവാറും അവളാണ് നമ്മുടെ ഇപ്പോൾ അലാറം. അവൾ കരയുമ്പോഴായിരിക്കും നമ്മൾ എണീക്കുന്നത്. അപ്പം ഇപ്പോൾ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്നേരം പുറത്തോട്ടൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അവിടെ പോയിട്ട് അപ്പി മൂത്രമൊക്കെ ഒഴിക്കും കേട്ടോ. അപ്പം അങ്ങനെ ശീലമായി വന്നിട്ടുണ്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര തുമ്മലാട്ടോ. തുമ്മിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചിട്ടുമണി എണീറ്റിട്ടുണ്ട്. ചിട്ടുമണി ഇവിടെ എൻ്റെ കുരുത്തക്കേടൊക്കെയാണ്, ഇച്ചിരി കുരുത്തക്കേടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ചുറ്റുവേ വിളിച്ചിരി വഴക്കാലിപ്പാറുമായിട്ടുണ്ടേ. എല്ലാവരുടെയും ഭയങ്കര കളിയും, ഭയങ്കരമായിട്ട് എല്ലാവരുമായിട്ട് ബോണ്ടിങ്. ഇപ്പം ചേട്ടായി ബെഡിൽ നിലത്താണ് കിടക്കുന്നത്. അപ്പം രാവിലെ എണീക്കുമ്പോഴേ ഞാൻ പുറത്തോട്ട് കൊണ്ടുമ്പോഴത്തേക്കും ചേട്ടൻ ആദ്യം പോയി എണീപ്പിക്കും കേട്ടോ. കമ്പിളിക്കടയിലോട്ട് കുത്തി നുളഞ്ഞ് പുഴുവൊക്കെ കയറുന്ന പോലെ കയറി എന്നിട്ട് നക്കി എണീപ്പിക്കും കേട്ടോ. ചേട്ടായിക്ക് ഒന്നും ഇപ്പം അലാറത്തിൻ്റെ ആവശ്യമേ ഇല്ല. എല്ലാവരെയും അലാറമായി തീർന്നിട്ടുണ്ട് കേട്ടോ. ഇവള് ഡി കഴിച്ചില്ലേ ചക്കരെ ചിറ്റുവേ കേട്ടോ. ഒരു രോമം പോലും പൊഴിയല്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഗുണം കേട്ടോ. ഒറ്റ രോമം പോലും പൊഴിയാത്തതുകൊണ്ട് അലർജി കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ കോമ്പ് ചെയ്ത് വീഴണം. ആഴ്ച നമ്മളിപ്പോൾ 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ് കോമ്പ് ചെയ്യുന്നത്. അപ്പോൾ 1-2 രോമം നമ്മുടെ മുടി പൊഴിയുന്ന അത്രയും പോലും ഇതിൻ്റെ പൊഴിയത്തില്ല കേട്ടോ. പിന്നെ മാസത്തിൽ 4 പ്രാവശ്യമാണ് കുളിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ മിനിഞ്ഞാൻ ഒന്നുകൂടെ കുളിപ്പിച്ച് വന്നു കഴിഞ്ഞ് 2 കുളി കുളിച്ചു കേട്ടോ. പിന്നെ എല്ലാ ശീലമൊക്കെ ഇങ്ങനെ ആയി വരുന്നു. പുറത്ത് പോയി കറക്റ്റായിട്ട് അപ്പി മൂത്രമൊക്കെ ഒഴിച്ചോണം കേട്ടോ. പിന്നെ അകത്ത് ഇൻ കേസ് പറ്റത്തില്ലെങ്കിൽ അങ്ങനെ പോകത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം കാർബൺ പേപ്പർ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് പോയി മൂത്രം ഒഴിച്ചോളും. അതൊക്കെ ശീലിപ്പിച്ച് എല്ലാം ട്രെയിൻ ചെയ്തുകൊണ്ട് വരുന്ന കേട്ടോ. എനിക്ക് രാവിലെ സപ്ലിമെൻ്റ് ഒക്കെ തരട്ടെ വിശക്കലുണ്ടോ? നെഞ്ചത്ത് കിടക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നെഞ്ചത്ത് ഇങ്ങനെ കിടക്കണം, തോളെ കിടക്കണം. ഇങ്ങോട്ട് നോക്കിയേ. എന്നെക്കാളും ഇഷ്ടം അവളുമാരെ കേട്ടോ. 2 പേരും ഭയങ്കര ഇഷ്ടമാണ്. ഒരു ആട്ടിൻകുട്ടി കിടക്കുന്ന പോലെ ഇല്ലേ? ഞാനിപ്പം കുളിച്ചിട്ടൊക്കെ വന്നാൽ എൻ്റെ കാലിങ്ങനെ നക്കിക്കൊണ്ടിരിക്കും. വെള്ളം നക്കുന്ന ഭയങ്കര ഇഷ്ടം. നമ്മളിങ്ങനെ നക്കിക്കൊണ്ടിരിക്കുന്ന ഇഷ്ടമാണ്. ചൂട് പറ്റി എങ്ങനെ കിടക്കാവോ ആ രീതിയിലാണ് നോക്കുന്ന ആള് കേട്ടോ. കണ്ടോ എന്നെ നോക്കണ്ട. സ്നേഹിച്ച് കൊല്ല നമ്മളെ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. എനിക്ക് ഫുഡൊക്കെ തരട്ടെ. രാവിലെ അവൾമാരെ കൊണ്ട് ചേച്ചിമാരെ കൊണ്ട് സ്കൂളിൽ വരേണ്ട ദിവസമായിരുന്നു. എങ്ങനെ താഴട്ട് പിള്ളേരുടെ ബാഗ് കാര്യങ്ങളെല്ലാം റെഡി ആയി കേട്ടോ. ഇതിനകത്ത് എന്തൊക്കെയാ വെക്കുന്നത് ഡീറ്റെയിൽ ആയിട്ടൊരു വ്ളോഗ് വരുത്താൻ കേട്ടോ. എന്താ രാവിലെ എന്ത് ഫേവറേറ്റ് ആയിട്ടുള്ള അട മേക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു? ഉറങ്ങാനേ എനിക്ക് പറ്റൂട്ടില്ല കേട്ടോ. എന്നാന്ന് വെച്ചാൽ തലേണ്ണ എൻ്റെ അമ്മ തലേണ്ണ മാറ്റിട്ട് ഒരു രക്ഷയിലായിരുന്നു.
ചിട്ടുമണി ഇവിടെ കാലിലേക്ക് വന്നിട്ട് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ. അവർക്ക് എല്ലാവരുടെയും കാല് ഭയങ്കര ഇഷ്ടമാണ്. ചീട്ട ഇപ്പൊ ഉടുപ്പിട്ടിട്ട് വന്നേ. ചായ ഇട്ടില്ല, ലൈഫായിട്ട് ചായ. ഇത് നമുക്ക് ഇവിടെ സിഐഡി മൂസയിലെ ഒരു സെറ്റപ്പ് ഇല്ല കേട്ടോ. അങ്ങനെയില്ല, അവനവൻ പോയി എടുത്തു കുടിക്കണം. പിന്നെ അതിനകത്തുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്, അവനവൻ കുടിച്ചിട്ട് തന്നെ പോയി കൊണ്ട് വാഷ് ചെയ്ത് വെച്ചാണ് സമയം കിട്ടും. അതാണ് കേട്ടോ. ചിറ്റാമ്മ എപ്പോഴും ഇങ്ങനെ കൊണ്ടുതരാം. ഞാൻ പറഞ്ഞു നിർത്തിച്ചാണ് കേട്ടോ. കാരണം എനിക്കത് എപ്പോഴും ചായ കുടിക്കാനുള്ള മൂടില്ല. അപ്പം ചായ കുടിക്കാൻ ഒരു മൂടാവുമ്പോഴത്തേക്കും ഞാൻ എണീറ്റ് വന്ന് തന്നെ കുടിച്ച് തന്നെ അതായിരുന്നു. അപ്പൊ അത്ര നേരം കുടിച്ചിട്ട് വെച്ച് കഴിഞ്ഞ് പിന്നെ വന്ന് പിന്നെയും ചൂടാക്കും. എന്റെ ആവശ്യം ഭയങ്കര കൂടുതലാണ്. അങ്ങനെ ചൂടാക്കാൻ പറ്റില്ല. അപ്പൊ അടയാണ് കേട്ടോ രാവിലെ. ഇതാകുമ്പോ എളുപ്പമുണ്ട്. എല്ലാവർക്കും നമ്മുടെ ഇടുക്കിയില് ദേശീയ ഭക്ഷണമായിട്ട് എല്ലാവരുടെ വീട്ടിൽ ഇതുണ്ടാവും. ഇത് കൂടുതലും ഗോതമ്പായിരിക്കും കേട്ടോ. എനിക്ക് ഗോതമ്പാണ് ഏറ്റവും കൂടുതൽ ഞാൻ കഴിച്ചോണ്ടിരുന്നത്. കാരണം റേഷൻ കടയിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണല്ലോ. ആമിച്ചൻ കുളിക്കുന്നതിന്റെ ബഹളം. ചിട്ടുമണിക്ക് രാവിലെ കൊടുക്കുന്ന സപ്ലിമെന്റ് ആട്ടോ. ഇത് ഒരു സ്പൂൺ രാവിലെ കൊടുക്കണം. പിന്നെ അതായത് രാവിലെ കൊടുക്കുവാണെങ്കിൽ നല്ല ആക്ടിവിറ്റീസ് ആയിരിക്കും അല്ലേ ഇന്നത്തെ ദിവസം ഫുള്ള്. എല്ലാം നല്ലപോലെ എല്ലാം ഉണ്ട് കേട്ടോ. ഉണ്ട്. അത്യാവശ്യം നാളെ നിൽക്കും. ഈ 300 ml എന്ന് പറഞ്ഞാലും അത്യാവശ്യം നാളെ നിൽക്കും. ഒരു സ്പൂൺ വെച്ചിട്ട് അത്യാവശ്യം ഒരുപാട് സപ്ലിമെന്റ്സ് മേടിക്കുന്നതിനും നല്ല ഇതാണ് കേട്ടോ. ഇത് അത്യാവശ്യം കോസ്റ്റ് ഒരു 2000 ഒക്കെ റേഞ്ച് വരും കേട്ടോ. പക്ഷെ അതായത് ഒരുപാട് ടാബ്ലറ്റ്സ് മേടിക്കുന്നതിലും ഒരുപാട് കാലം നിൽക്കും. അല്ലെങ്കിൽ 2-3 വേറെ ടൈപ്പ് മേടിക്കണം. പിന്നെ അത് പെട്ടെന്ന് തീരുകയും ചെയ്യും. തുള്ളി മരുന്ന് പോലെ അടപ്പേ കൊടുക്കണ്ടേ. അതിലും നല്ല ഇതാ. ഇത് ഫ്രിഡ്ജ് സൂക്ഷിക്കണം. എന്റെ കാലെ കടിച്ചാൽ നിന്റെ കുണ്ടി അടിച്ചാൽ പൊട്ടിക്കും കേട്ടോ. ഇങ്ങനെ കളിച്ചില്ല. എന്തവിടെ കിടക്കുന്നോ അതെല്ലാം കടിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം. ഇവിടെ ഉള്ളതുകൊണ്ട് ഇപ്പം എപ്പോഴും തൂത്ത് ഇടാൻ പറ്റുള്ളൂ. എന്ത് സാധനമാണെങ്കിലും എടുത്തോണ്ട് പോകും കേട്ടോ. ഇവിടെ വാടി ചുറ്റു വാത്താര. കൊതിയാണേ. ഇതിനകത്ത് ഒമേഗ 3 ഒക്കെ ഉണ്ട്. അത് നല്ലപോലെ ഹെയർ റീബ്രീഡിനെല്ലാം ഒമേഗ വേണം. അത് എന്നാലേ ഹെയർ നന്നായിട്ട് ഗ്രോത്ത് ആകത്തുള്ളൂ. പിന്നെ കണ്ണ അയ്യോ യച്ചുമോനെ ഒന്നും ഒപ്പിച്ചെടുത്തില്ല. ഞാൻ പറഞ്ഞില്ല അതിനുള്ള ഇത് പോക്കാതെ പിച്ചു നോക്കി. കുച്ചുമ്പ് കറിക്ക് കുച്ചുമ്പ്. ഇടി മറിയാമേ ഇടി എറ്റുമറിയാമേ. അയ്യോ 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 ചിറ്റു എന്റെ അട ചേച്ചിനെ വെച്ചോണ്ട് വന്നാണോ? നോക്കി അടുത്തൊരു കളി നോക്കിയ മോനെ. അപ്പോച്ചയുടെ മുണ്ടുമ്മയില്ല മോനെ അവന്റെ കളി. ഓ പേണങ്ങി മോനെ പേണങ്ങി കണ്ട്. മുണ്ടെന്റെ തുമ്പേ കടിക്കാൻ വേണ്ടിട്ട് നടക്കുന്നത്. ഒരു പ്രിൻസസ് വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഒരു പ്രിൻസസ് വന്നിട്ടുണ്ട് ഞങ്ങളുടെ. ഞങ്ങളുടെ പ്രിൻസസ് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലല്ലോ. ഗുഡ് മോർണിംഗ് പറ ചിട്ടുവിനോട്. ഗുഡ് മോർണിംഗ് ചിട്ടു. അച്ചുക്കുട്ടൻ പറഞ്ഞു ഗുഡ് മോർണിംഗ്. മണിയോട് ഒരു ഗുഡ് മോർണിംഗ് പറയാതെ.
കൊടുക്കുന്ന ഫുഡാട്ടോ ഇത് റോയൽ കനൻ ആണ് കേട്ടോ. റോയൽ കനൻ മാക്സി പപ്പി അല്ലേ, മാക്സി പപ്പി. അപ്പോൾ ഒരു 30 ഗ്രാം മതി കേട്ടോ. ഒരു 3 നേരമായിട്ട് 30 ഗ്രാം വെച്ച് ഒരു 100 ഗ്രാമിന് താഴെ മതി കേട്ടോ ഇതൊക്കെ ഒരു ദിവസം ഫുഡെന്ന് പറയുന്ന ഐറ്റം. വേറെ ഒന്നും വേണ്ട, അത്ര മതി. 70% അല്ലെങ്കിൽ ഛർദിക്കുകയൊക്കെ ചെയ്യട്ടോ. എന്തോ ഈ ലച്ചോടി ചോദിക്കുന്നത് എന്നാന്നറിയോ, ഇന്ന് എന്നെ അവളുടെ ഡെയിൻമി ലൈഫ് ആണോ അത് എന്റെ ഡെയിൻമി ലൈഫ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഉറക്കമൊന്നും അങ്ങോട്ട് ശരിക്കും പോയിട്ടില്ല അല്ലേ? അച്ഛെടുക്കാം ഇപ്പൊ ഇച്ചിരി ഫുഡ് കൊടുത്തിട്ട് അച്ഛെടുക്കാം. ചെന്ന് ഒരുങ്ങിക്കേ, പോയി ഒരുങ്ങിക്കേ. ആയിച്ചും ചെല്ല, അമ്മച്ചും ചെല്ല, ചെല്ല അമ്മയുടെ കൈ പോയി ചെല്ല്. ആ കൊണ്ടുപോകും, അവളെയും കൊണ്ടുപോകാം. നല്ല തിളച്ച വെള്ളം ഒഴിക്കും കേട്ടോ. ഒരു ശകലം കൊണ്ടിട്ട് ഇതൊന്ന് മുങ്ങി കിടക്കാൻ വേണ്ടിയിട്ടേ. അതിൽ പത്തിയൊക്കെ ഉള്ളവർ മേടിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഇടുന്നതാണേ. അപ്പോൾ ഇത് ഇനിയിപ്പോൾ നല്ലപോലെ കുതിർന്ന് നല്ലപോലെ വെള്ളമെല്ലാം അബ്സോർവ് ആയി, അത്യാവശ്യം വെള്ളമെല്ലാം അബ്സോർവ് ആയി നല്ലപോലെ വീർത്ത് വരും. അപ്പം നന്നായിട്ട് ഞെരടിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് കഴിച്ചോളൂ. നല്ല വ്യത്യാസം കാണിക്കേ. അതായത് നല്ല സ്കിന്നിനൊക്കെ നല്ലതാണ്. ജസ്റ്റ് മീൻചാറ് വേണമെന്നൊക്കെ ചോദിക്കുന്നത് കേട്ടോ. എനിക്ക് തന്നെ ഈ മുളക് ചമ്മന്തിയാണ് ഇഷ്ടം. ഈ മുളക് ചമ്മന്തി ഉണ്ടെങ്കിലും ഞാൻ കഴിക്കും. ചോറുണ്ട് കേട്ടോ, എനിക്കത് ഇഷ്ടമാണ്. അത് പന്നിയോ ചിക്കനോ ബീഫി ചോറുണ്ടത്തില്ല. കുഞ്ഞു നമുക്ക് 2 പൊറോട്ട തിന്നല്ലോ. അല്ല, എനിക്കിത് തന്നെയാണെങ്കിൽ ഇഷ്ടമാണ്. ഇത് മാത്രമായിട്ട് ഇവിടെ അടുത്തിരുത്തിയാൽ ശരിയാത്തില്ല കേട്ടോ. ഞാൻ കഴിക്കട്ടെ. അവളെ ചായ ചൂടായിക്കൊണ്ട് വന്നേ, പെട്ടെന്ന് പോ. എന്താണ് പേടിയില്ലെന്ന് പറയേ. എന്നാന്ന് ചോദിച്ചു ചെല്ലുമ്പോഴത്തേക്ക് മുഖമൊക്കെ അങ്ങ് മാറുവേ. പേടിയില്ലാത്ത പോലെ അങ്ങ് അഭിനയിക്കും. എടുത്തു വെച്ചേക്കുവായിരുന്നോ? അപ്പം ഫുഡ് അടിച്ചിട്ട് വന്നു കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഒന്ന് പോയി ഫേസ് ഒക്കെ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുകയാണ് ഫ്രഷ് ആയിട്ട് കേട്ടോ. വേറെ ഒന്നിനു വേണ്ടിയല്ല, ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം കുറച്ച് പേരിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എൻ്റെ കുഞ്ചൂസിന്റെ ഫേസിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത്. അതായത് ഒന്ന് സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ട് വരുന്നുണ്ട്, ഡാർക്ക് സ്പോട്ട് കാര്യങ്ങളെല്ലാം റെഡ്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് കുറേ പേരൊക്കെ ഇങ്ങനെ കുഞ്ചൂസ് കൂടുതൽ സുന്ദരിയാവുന്നു അപ്പോസ് നേരിട്ട് കാണുമ്പോഴത്തേക്കും മനസ്സിലാകും കേട്ടോ. കാരണം പാടുകൾ ഈ സൈഡെല്ലാം ഫുള്ള് ഡാർക്ക് സ്പോട്ട്സ് കാര്യങ്ങളായിരുന്നു. എൻ്റെ കണ്ണിന് താഴെ, അവളുടെ കണ്ണിന് താഴെ നമുക്ക് ഉറക്കക്കുറവായിരുന്നുകൊണ്ട് നല്ലപോലെ ഇങ്ങനെ കണ്ണിങ്ങനെ കറുത്തിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ അതെല്ലാം ഇപ്പൊ ഏകദേശം മാറി വരുന്നുണ്ട്, എല്ലാം ഓക്കെ ആണ്. ഇപ്പൊ അത്യാവശ്യം നല്ലപോലെ ഉറങ്ങി റെസ്റ്റ് ഒക്കെ എടുത്ത് ആ സ്കിന്ന് മാക്സിമം നമ്മൾ കെയർ ചെയ്താണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഒരു 30 വയസ്സാകുമ്പോഴേ ഒരു 50 വയസ്സിന്റെ ഒരു ഇതാണ് സ്കിന്നിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കണം, നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പൊ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പൊ എൻ്റെ ഒരു മാറ്റത്തിന്, എൻ്റെ അവളുടെ ഒരു മാറ്റത്തിന് കാരണക്കാരൻ ദിവനാണ് കേട്ടോ. HK വൈറ്റൽസിന്റെ ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ്സ് ആണ്. ഞാനിപ്പോൾ 3 മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നല്ലൊരു റിസൾട്ട് കിട്ടിയതിന് ശേഷം നിങ്ങളുടെ അടുത്ത് വന്ന് പറയാമെന്ന് വെച്ചു കേട്ടോ. കാരണം റിസൾട്ട് കിട്ടി തുടങ്ങിയായിരുന്നു, നല്ലൊരു മാറ്റമുണ്ട്. രണ്ടുപേരും ഫേസിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. കാരണം മൊത്തത്തിൽ സ്കിന്നിനും ഫേസിൽ മാത്രമല്ല, കംപ്ലീറ്റ് ബോഡിയാണ് നമ്മുടെ സ്കിന്നിനെ മൊത്തത്തിലാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഗ്ലൂട്ടാത്തയോൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു അറിയത്തില്ലാത്തവരും കാണും, ഒരു ബെസ്റ്റ് ആന്റി ഓക്സിഡന്റ് ആണ് ഗ്ലൂട്ടാത്തയോൺ എന്ന് പറഞ്ഞാൽ. പല തെറ്റിദ്ധാരണകളും ഉണ്ട് ഗ്ലൂട്ടാത്തയോണിനെ പറ്റിയിട്ട്. അത് കൂടുതലായിട്ട് പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് അത് കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഗ്ലൂട്ടാത്തയോൺ എന്തിനാണ് നമ്മുടെ സ്കിന്നിൽ മെലാനിന്റെ പ്രൊഡക്ഷൻ, അതായത് നമുക്ക് ഈ ഡാർക്ക് ആയിട്ടിരിക്കുന്ന മെലാനിന്റെ പ്രൊഡക്ഷൻ കൂടുമ്പോഴാണ് നമ്മുടെ സ്കിന്നിൽ ഡാർക്ക് സ്പോട്ട്സോ അല്ലെങ്കിൽ നല്ലപോലെ ഇരുണ്ട് നമ്മുടെ സ്കിന്നായിത്തീരുന്നത്. അപ്പോൾ ആ ഒരു മെലാനിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ടും അതേപോലെ ലിവറിൽ ഡീറ്റോക്സിഫിക്കേഷൻ നടത്തി നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ആക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂട്ടാത്തയോൺ സഹായിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് നല്ല കാര്യങ്ങൾ ഗ്ലൂട്ടാത്തയോൺ കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പലരും ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ടാണ്. ഗ്ലൂട്ടാത്തയോൺ പല രീതിയിലുണ്ട്, ഒന്ന് ടാബ്ലറ്റ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ വഴി. 2 ഇഞ്ചക്ഷൻ വഴി ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കോസ്റ്റ്ലി ആണ്, നമുക്ക് താങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പം അത്യാവശ്യം നമുക്ക് ഒന്ന് നമ്മുടെ സ്കിന്നിന് നാച്ചുറൽ ഒരു ഗ്ലോ കിട്ടാൻ, അതായത് ഓവർ ഇങ്ങനെ വെള്ളപ്പാറ്റ പോലെ നടക്കുകയല്ല, നമുക്ക് നാച്ചുറൽ ആയിട്ടൊരു ഗ്ലോ ഫേസിൽ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഏറ്റവും നല്ലത് ഇത് തന്നെ ആയിരിക്കാം. അപ്പം ഞങ്ങളിപ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന അതുകൊണ്ടാണ് നമുക്ക് ടൈമും മൊത്തത്തിൽ നമുക്ക് ഞാൻ ഇതെങ്ങനെ കഴിക്കുന്നതെന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ.
ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് കേട്ടോ ഞാനിപ്പം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ടാബ്ലറ്റ് ഇട്ടിട്ടുണ്ട്. യൂഷ്വലി ഞാൻ ലഞ്ചിന് ശേഷമാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഒരു ടാബ്ലറ്റ് ഇട്ടിട്ട് അത് നല്ലപോലെ ഫിസ്സായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. നല്ലപോലെ അലുത്ത് നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ വരും കേട്ടോ. ഈ ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് നല്ല പവർഫുള്ളും ആണ്, അതേപോലെ നല്ല എഫക്റ്റീവും ആണ് കേട്ടോ. 600 mg ഗ്ലൂട്ടാത്തയോൺ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, ഹൈലറോണിക് ആസിഡ് എന്നിവയാണ് ഈ ഗ്ലൂട്ടാത്തയോണിൽ അടങ്ങിയിരിക്കുന്നത്. ഈ കീ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ബ്രൈറ്റ് ആകാൻ സഹായിക്കുന്നത്. ഈ പ്രോഡക്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ നോ ഷുഗർ, ഇതിനകത്ത് ഷുഗർ ആഡ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ. അതേപോലെ ടേസ്റ്റും സൂപ്പറാണ്. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഇറക്കാം കേട്ടോ. കുടിച്ച് നല്ല ഈസി ആയിട്ട് എല്ലാ ദിവസവും കുടിക്കാം. ഡെയിലി അതൊരു റുട്ടീനായി മാറിക്കോളും. നമുക്കത് ആവശ്യമുള്ള അത്രയും നാളത്തേക്ക്. പിന്നെ നമുക്കൊരു മെലാൻ്റെ പ്രൊഡക്ഷൻ കുറച്ച് ചെയ്ത് നിർത്തിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്നെയും സ്കിൻ അതേപോലെ ഡാർക്കായി പോകുന്നില്ല കേട്ടോ. നമ്മൾ ഫുഡിൽ കാര്യങ്ങളെല്ലാം കണ്ടിന്യൂ, നമുക്ക് കറക്റ്റ് വൈറ്റമിൻസ് കിട്ടുന്ന രീതി പിന്നെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് മേടിക്കാൻ പറ്റി കഴിക്കാൻ അത്രയും നാൾ കഴിക്കുക, അതിനുശേഷം അങ്ങനെ ചെയ്യാം. അതേപോലെ ഗ്ലൂട്ടാത്തയോൺ നിങ്ങൾ വാങ്ങുമ്പോൾ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ നിന്ന് തന്നെ വാങ്ങണം. അതേപോലെ ഒരുപാട് ഫേക്ക് പ്രൊഡക്ട്സ് ഇറങ്ങാറുണ്ട്. അപ്പം അതാണ് നമുക്ക് സൈഡ് എഫക്ട്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ഓർക്കും അയ്യോ ഇത് ഗ്ലൂട്ടാത്തയോണിന്റെ പ്രശ്നമാണെന്ന് നമ്മൾ മാറി ചിന്തിച്ചു തുടങ്ങും. അപ്പം അങ്ങനെയാണ് പലർക്കും ഓരോ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത്. അപ്പം ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ നിന്ന് മാത്രമേ നമ്മൾ മേടിക്കാൻ പറ്റുള്ളൂ. അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനിയാണ്, നമ്മുടെ കൺട്രിയിലെ ഏറ്റവും ബെസ്റ്റ് കമ്പനിയാണ് HK വൈറ്റൽസിന്റെ ഗ്ലൂട്ടാത്തയോൺ. നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഇവരുടെ വെബ്സൈറ്റിൽ മാത്രമേ കിട്ടത്തുള്ളൂ. HKvitals.com നിങ്ങൾ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതേപോലെ Love10 എന്ന് പറയുന്ന നമ്മുടെ ഹാഷ്ടാഗ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൈസിൽ, അതായത് ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളിലോട്ട്. അതേപോലെ HK വൈറ്റൽസ് ബെസ്റ്റ് കൊളാജൻ ബ്രാൻഡാണ് കേട്ടോ നമ്മുടെ കൺട്രിയിൽ. അപ്പം നിങ്ങൾക്ക് നേരെ പോയി പർച്ചേസ് ചെയ്യാം. നേരെ നമ്മളെ പോലെ കഴിച്ചു കേട്ടോ. കുറേ ബോട്ടിൽസ് കഴിച്ചു, നല്ല റിസൾട്ട് വരും. ഒരു ഫസ്റ്റ് ബോട്ടിൽ തന്നെ നമുക്ക് നല്ലപോലെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ആ ഡൾനെസ്സും അതേപോലെ ഡാർക്ക് സ്പോട്ട്സും ഇങ്ങനെ കണ്ണിനടിയിലത്തെ ആ ഒരു ഡാർക്ക് ആയിട്ടിരിക്കുന്നതും എല്ലാം മാറി നമ്മളെ നല്ല പ്ലസന്റ് ആക്കി മാറ്റും. അപ്പം നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസും കാര്യങ്ങളും കൂടും ഒരാളോട് സംസാരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും. അപ്പം അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നേരെ പോയി പർച്ചേസ് ചെയ്ത് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കേട്ടോ. വീട്ടിലത്തെ ഏറ്റവും ടാസ്ക് പിടിച്ച രാവിലത്തെ പരിപാടി എന്താണെന്നറിയോ? ഇതിനെ ഒരുക്കുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങോട്ട് രാത്രി അങ്ങോട്ട് ഉറങ്ങത്തില്ല, അതാത്ത കാര്യം. എന്നിട്ട് വഴക്കുണ്ടാക്കി കേട്ടോ. ലച്ചു കണ്ടോ, ലച്ചു മോള് കണ്ടോ, പറഞ്ഞ അവിടെ കണ്ണടച്ച് അങ്ങോട്ട് ഒറ്റ ഇരിപ്പ. അറിയാവോ? അറിയാവോ? ആ ഓക്കെ വരെ. ഞാനൊന്നും ഇല്ല കേട്ടോ. നമ്മള് ഭയങ്കര അല്ലെ, നമുക്ക് പേഷ്യൻസ് കൂടുതലുള്ള അല്ലേടാ മരല്ലേടാ അല്ലേ ചേച്ചി? അല്ലേ ചേച്ചി? ആ അതെ കണ്ടോ, വെച്ച് സമ്മതിച്ചു കേട്ടോ. അതിക്ക് അന്നേക്ക് തുറങ്ങല് തുറന്ന അടിയാണിത് ഇവിടെ. തുറന്നു കഴിഞ്ഞാ ഇന്ന് ഇവിടെ അടി പൊട്ടും. എന്റെ ദൈവമേ, ഇതാരാ? ക്ലിയോപാട്രയോ? ആ നോട്ടൊക്കെ കണ്ടോ, എക്സ്പ്രഷൻസ് ഒക്കെ? ഇത് പിന്നെ ഇതാരാന്ന് എനിക്കറിയത്തില്ല. അതിന് നോട്ടം ചിരി, ആ കണ്ണിന്റെ സ്ലോ മോഷന് തിരിഞ്ഞു വരുന്ന വരവൊക്കെ കണ്ട്, അതൊക്കെ വേണോന്ന് വെച്ചിട്ട് അങ്ങ് ഇടുന്ന ഐറ്റംസ് ആണ് കേട്ടോ. അതെ കണ്ട് കണ്ടോ അച്ഛ, കണ്ടോ എങ്ങനെ പറയുന്നേ? അച്ഛ കണ്ടോ അച്ഛ? എന്നോട് ദേഷ്യപ്പെടുന്ന കാണിച്ചത് എന്താ? എന്നാ എന്താ എന്നാ എന്നാ കാര്യം? എന്നാ കാര്യം? എന്നാ പറ എൻ്റെ അടുത്ത്. അതെടുത്ത് വെക്കാൻ പറഞ്ഞാണോ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നേ? അതെടുത്ത് വെക്കാൻ പറഞ്ഞാണോ എൻ്റെ അടുത്ത് താൻ രാവിലെ ദേഷ്യപ്പെടുന്നേ? ആണോ? ഇങ്ങോട്ട് തന്നേക്ക്, ഇങ്ങോട്ട് തന്നേക്ക്. ഇതെന്റെ കൊച്ചിന്റെ തല കേട്ടാ ഉള്ള. ആ നീ പോടി, നീ പോയി പണി നോക്കിക്കോ പഞ്ചായക്ക്. ആ എന്റെ കൊച്ചല്ലടി എനിക്ക് കണ്ടോ, എന്റെ പൊണ്ണ് ചീക്കോടെ ഇരിക്കുന്നേ.
ആ ഫ്രണ്ടിലോട്ടാ മുടി. ഇതാരും വെട്ടി എടുത്ത് ഇന്നലെ മുടി ഇവിടെ വെട്ടാറായില്ല. ആണോ? എന്താ ഇപ്പാണ് കറക്റ്റ് അങ്ങനെ വെട്ടിയിടാം. കാരണം ഒത്തിരി കണ്ണിലോട്ട് ഇവളുടെ കണ്ടില്ലേ. സ്വാഗതം എന്ന് പറഞ്ഞേ. സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറ. പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങനെ പറ. പുതിയ വീഡിയോ ഒന്ന് ഫുള്ള് പറഞ്ഞേ. പുതിയ വീഡിയോ സ്വാഗതം പറ. മോനെ ലൈക്ക് ചെയ്യാൻ പറഞ്ഞു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അയ്യോ ഞാൻ ഒരുങ്ങണ്ടേ. അയ്യോ ഞാൻ ഒരുങ്ങട്ടെ. പിള്ളേരറിയിക്കേ. സുന്ദരിയായോ നോക്കട്ടെ, ഉറക്കം പോകാഞ്ഞിട്ട് വായിക്കോട്ട് വിട്ട് നിക്കുവാണി. ഉറങ്ങണം സമയത്ത്. രാത്രി എവിടെ പോയി? രാത്രി എവിടെ പോയി? എവിടെ പോയേക്കുവായിരുന്നു രാത്രിയില്? നീ എവിടെ പോയേക്കുവായിരുന്നു? ആ എവിടായിരുന്നു? എവിടാ? എവിടെ ആയിരിക്കും അത്? പറ പറ. എവിടെ ആയിരിക്കും? ഞാൻ പോയി ഒരുങ്ങട്ടെ കേട്ടോ. ഇവിടെ ക്യൂരിയോസിറ്റി ഇട്ട് അവിടെ നിക്കട്ടെ. കൂളിൽ പോയി, കടയിലും പോയി, കൂളിലും പോയി കേട്ടോ ഇന്നലെ. അതുകൊണ്ട് ഇന്നലെ ഉറങ്ങാൻ വൈകി പോയി കൊച്ച്. രാത്രി തേരാപ്പേര അങ്ങോട്ട് കിടന്നു. നമ്മുടെ റൂമിൽ കിടക്കത്തുമില്ല. നമ്മുടെ റൂമിൽ രാത്രി ഇരിക്കുകയും ചെയ്യണം. ഇവിടെ ലൈറ്റ് എടുത്തുമ്പോൾ ഇറങ്ങി പോവുകയും ചെയ്യണം. പിന്നെയും വാതിക്കെ വന്ന് നിൽക്കണം. ഇത് തന്നെയാണ് ആളുടെ പരിപാടി കേട്ടോ. ഇവിടെ ഉറങ്ങത്തില്ല എന്ത് ചെയ്താലും. അപ്പം എന്തായാലും ഞാൻ പോയി വരും കേട്ടെ. ഇവിടെ ഒരാൾ വ്ലോഗിങ്ങിലെ കാര്യങ്ങളിലേക്കാണ്. ഓക്കെ ഓക്കെ കേട്ടോ. അപ്പച്ചൻ്റെ ഒട്ടി കയറ്റി വിടാൻ പോകുന്നോളൂ. അപ്പച്ചൻ ചക്കയും കൊണ്ട് വന്നതോ. ചൊക്കോ ചൊക്കോ 2 വഹിപ്പിക്കാം. ഇത് വേവിക്കാം. അപ്പച്ചൻ ഓനടിച്ച് ചിട്ടുവിനെ പേടിപ്പിക്കും. ചിട്ടു ഓടി കേറി ആത്ത് പോയി. അവള് പേടിച്ചോടി. ആ ശരിയാ പച്ച. കൊണ്ട് ചിട്ടുമാണി ഇട്ടുമാണി ചിട്ടുമാണിയെ കൊണ്ട് എവിടെ പോയേക്കോ മോനെ? ഇവൻ പേടിച്ചു പോയോ അവൻ? ആ ചാച്ച വണ്ടിയിൽ ഓൻ വെച്ചപ്പോ പേടിച്ചോടിയോ? ഓയ്യോ ആദ്യമായിട്ടാണ് ഇവളെ കാണുന്നേ. ആണോ? ചിറ്റുവേ ചിറ്റ. ഈ നാടി പപ്പയുടെ മുടി പിന്നി കൊടുക്കുവാണോടി? ഈ പപ്പയുടെ മുടി തീകി കൊടുക്കുവാണോടി? വിടുമോനെ, അവൾക്ക് വെളിയിൽ ഇറങ്ങണമെന്ന്. ആ വിട്, താഴെ വിട്, താഴെ വിട്. ചിറ്റു 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 പച്ചല അടിച്ച് അടി മേടിക്കും. ചിറ്റു ചേച്ചിമാരെല്ലാം ചെരുപ്പിടാൻ പോയി. വാ നമുക്ക് പോയി ചെരുപ്പിടാം. വാ ഹാപ്പി ആയിട്ട് പോയിട്ട് വരണേ. എല്ലാം പഠിച്ചിട്ട് വരണേ. ചേച്ചിക്കുട്ട അമ്പട്ടീച്ചെന്ന് ചോദിച്ചെന്ന് പറയണം കേട്ടോ. അറിയോ? പറയണേ. പറഞ്ഞോ? ജൂഡിയ മിസ്സിനെ ചോദിച്ചെന്ന് പറയണേ. പറഞ്ഞു. ഓക്കെ. യൂണിഫോം മേടിച്ചിട്ട് പറഞ്ഞേ. അമ്മ അച്ചോട് പറഞ്ഞു.
ടാറ്റാ. ചിയു, ഉമ്മ, ലവ് യു. ലവ് യു. കുഞ്ഞാ യൂണിഫോം മേടിക്കണേ. ചിയു. ടാറ്റാ. ബൈ. അവന്മാർ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ ഭയങ്കര മൂഡ് ഓഫ് കേട്ടോ. എപ്പോഴും അതുകൊണ്ട് കിടക്കുന്ന കിടപ്പ് വേണ്ടോ. എനിക്ക് ഇച്ചിരി സമാധാനം കിട്ടിയെന്ന് പറയാനുള്ള കിടപ്പ് വേണ്ട. അതിന്റെ ഇനി 3 മണി വരെ എനിക്ക് ഇച്ചിരി സമാധാനം വേണ്ടത്. കണ്ട 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 കാണിക്കുന്നുണ്ടോ. എന്നാ എന്നാ അവിടെ കിടന്നോ? ആ ഓക്കെ, ഗുഡ് ഗേൾ. പറഞ്ഞാലൊക്കെ അറിയാം കേട്ടോ കൊച്ചിന്. മനസ്സിലാകാൻ തുടങ്ങിയത് തമിഴാ കേട്ട് ജനിച്ചതെങ്കിലും തമിഴിൽ നിന്നാണല്ലോ മലയാളത്തിലേക്ക് ഉത്ഭവം. പെട്ടെന്ന് മലയാളം പഠിച്ചു. രാവിലെ ചക്ക കിട്ടി കേട്ടോ. അപ്പച്ചൻ കൊണ്ടുവന്നാണോ? 3 ചക്ക. അതായത് അച്ഛയുടെ അളിയാണ് കേട്ടോ അപ്പച്ചൻ എന്നാണ് വിളിക്കുന്നത്. 3 ചക്ക ഉണ്ട് കേട്ടോ. ആവശ്യം രാവിലെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വരുമ്പോൾ വെറ്റി വെച്ചേക്കണേ ചക്കഫ്രാന്തി കേട്ടോ. ഞാനൊരു ചക്കഫ്രാന്തനാണ്. അതുപോലെ ചക്കഫ്രാന്തിയാണോ? നീ പഴുത്തല്ലേ? പഴുത്തക്കല്ലേ? ഞങ്ങൾ പച്ചച്ചക്കയ്ക്കും പ്രാന്ത്. കഴിയാ മൊത്തം. മിക്ക ഓടുമ്പോഴത്തേക്കും നല്ല പുടയാവും കേട്ടോ. അപ്പൊ മിക്ക ദിവസവും 2 ദിവസം കൂടുമ്പോൾ കഴിയണം ഇവിടെ. ഇവള് ഓടി നടക്കുന്നോണ്ടേ ഫുള്ള് കഴിവും. അത്യാവശ്യമാവും. കുഞ്ചിന്റെ ചെടിയെല്ലാം മഴയായോണ്ട് ഇതാണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ എടുത്ത് വെച്ചു കേട്ടോ. ഇങ്ങോട്ട് വെച്ച് ചിറ്റുമണി എന്നുള്ള പാട്ട് പാടുന്നു കേട്ടോ. ആവശ്യം പിന്നെയും ബിരിയാണി തിന്നാൻ പോവാ കേട്ടോ. ഇന്നും ബിരിയാണി കിട്ടിയില്ല. ആവശ്യം പിണങ്ങ കേട്ടോ എല്ലാരോടും. അല്ല ആവശ്യ ആ ഉള്ള കല്യാണത്തിനല്ല ഞാൻ പോകുന്നുണ്ട്. കഴിഞ്ഞ കല്യാണത്തിന് പോയിട്ട് കഴിഞ്ഞ കല്യാണത്തിന് പോയിട്ട് ചോറാ കിട്ടിയല്ലേ? അല്ലായിരുന്നു. ബീഫിനാ ചിക്കൻ എന്ന് പറയുന്നത്. ആംബുലൻസ് പോണ് ബാധിച്ച്.
പെണ്ണിനെയും ചെറുക്കനെയും കണ്ടിട്ട് ആകാംക്ഷയോടിരിക്കുന്നു. ഞങ്ങളോട് സംഘത്തിന് പോയത് അപ്പോൾ അവിടെ വെച്ച് അമ്മയെ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചുമ്മാ മുടിയെ കാണാൻ വന്നത് പാട്ടൊക്കെ പാടി വിളിക്കാം വിളിച്ചേ. ആമി വെറൈറ്റികൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ കേടങ്ങ് തീർന്ന്. ബിരിയാണിക്ക് ബിരിയാണി, പൊറോട്ടയ്ക്ക് പൊറോട്ട, കപ്പയ്ക്ക് കപ്പ, അപ്പത്തിന് അപ്പം, ചപ്പാത്തിക്ക് ചപ്പാത്തി എല്ലാം ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയല്ലേ? ഒരാൾ കടയിൽ നിന്ന് നേരെ കഴിക്കാൻ വന്ന നോക്കിയേ. അടുത്ത ഡാൻസ് ആട്ടോ. എവിടെ പോയി? ചേട്ടായിക്കോട് എടുക്കാം. കറുത്താളി അപ്പൂസ് ഇവിടെ മുന്തിരിങ്ങ വിതരണം ചെയ്യുന്നു. അവന് ഉമ്മയൊക്കെ കൊടുക്കുമായിരുന്നു. ടാറ്റയും ബൈ പറഞ്ഞിട്ട് വാ. ദേവീശ്വരൻ ടാറ്റയും ബൈ പറഞ്ഞിട്ട് വാ. പോവാം നമുക്ക്. അവനെ വീട്ടിൽ കൊണ്ടുപോകാൻ തോന്നുന്നു കേട്ടോ. അവൻ അങ്ങോട്ട് വലിക്കും. എടി പെണ്ണെ വിടറി. അയ്യോ ഇടോടി. അയ്യോ ഇത് ഞാൻ വീഡിയോയിൽ കൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പാടി നോക്കട്ടെ കേട്ടോ. ബാബ ബൈ പറഞ്ഞിട്ട് നാളെ സ്കൂളിൽ കാണാം. ബൈ പറഞ്ഞിട്ട് വാ. അവക്ക് എന്താവാ മനസ്സിലായി. അടിക്ക്. നാണ്ട പോന്നു. ബാബ മാറിയോ? കൊള്ളാവോ? ആണോ? ഒരഞ്ഞിട്ട് ലാസ്റ്റ് സുലൈമാനിയും പിടിച്ചോണ്ട് വരുന്നു. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്നും കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് ഇപ്പോൾ ഒരു കാര്യം കൂടെ പറയാനായിട്ടുണ്ട് എല്ലാവരുടെ അടുത്തും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് സബിൻ.
സബിന് തുടക്കം തൊട്ടേ എല്ലാവർക്കും അറിയാം. ഇപ്പം എന്നെ അറിയാവുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം എനിക്ക് ആകെയുള്ളൊരു ഫ്രണ്ട് എന്ന് വെച്ചാൽ സബിനാണ്. അപ്പോൾ അവനൊരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോഴും അങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടോ കാര്യങ്ങളോ ഒന്നും ഇരിക്കത്തില്ല. പക്ഷേ അവനൊരു ആവശ്യം വരുമ്പോൾ ഞാനും, എനിക്കൊരു ആവശ്യം വരുമ്പോഴും എല്ലാ ക്രൂഷ്യൽ ഘട്ടത്തിലും അവൻ കൂടെ ഉണ്ട്. അപ്പോൾ അവരെയാണ് നമ്മൾ ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്, ഒരു ട്രൂ ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പം അവനെ എല്ലാവർക്കും അറിയാവുന്നതാണ് സബിനെ. അപ്പം കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ 23-ാം തീയതിയാണ് സബിൻ സ്നേഹിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി എല്ലാവർക്കും അറിയാം. അവനൊരു ചാനൽ ഉണ്ടായിരുന്നു. അവൻ കുറച്ച് നാളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് സ്റ്റോപ്പായി കാര്യങ്ങളൊക്കെ പോയായിരുന്നു. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല, വീഡിയോ ചെയ്യാനായിട്ടൊന്നും പറ്റുന്ന ഒരു കണ്ടീഷനിലൊന്നും അല്ലായിരുന്നു അവൻ്റെ ലൈഫ്. കുറേ സ്ട്രഗിൾ ചെയ്താണ് അവൻ പോകുന്നത്. അവർ ഫാമിലി ആയിട്ട് എല്ലാവരും ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ ഓരോരോ ജോലിക്ക് ഇങ്ങനെ കയറിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കണം. അപ്പോൾ അവിടെ വീഡിയോ ചെയ്യാൻ പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവൻ വീഡിയോ ഒന്നും ചെയ്യാതെയൊക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പം പണ്ട് അവൻ്റെ വീഡിയോയ്ക്കകത്ത് പെൺകുട്ടിയെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവൻ സ്നേഹിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി. അപ്പം ആ കൊച്ച് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. സബിൻ ഇന്നലെയാണ് ഇവിടുന്ന് പോയത്. 3 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ എല്ലാവരും ഫാമിലി എല്ലാവരും നമ്മളെല്ലാം അവൻ്റെ ദുഃഖത്തിലെല്ലാം പങ്കുചേർന്ന് അവനെ എത്ര ആശ്വസിപ്പിക്കാൻ അറിയാലോ. അവൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു കൊച്ചാണ്. പെട്ടെന്ന് വിട്ടുപോയപ്പോഴത്തേക്കും ആൾ ഭയങ്കരമായിട്ട് ബ്രേക്കായി പോയി സബിൻ. അപ്പോൾ നമ്മളിവിടെ നിർത്തി. അമ്മ ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം. സബിൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു മരിച്ചടക്കിന്. അപ്പോൾ അമ്മയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ. അപ്പം ഇന്നലെയാണ് അവനെ ഒന്ന് നോക്കിയാക്കി നമ്മൾ മാവേലിക്കരയിലോട്ട്, മാവേലിക്കര അവൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ വീട്ടിലോട്ട് ഇന്നലെ വിട്ടു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ് വരും. നാളെ വരും അവൻ, തിരികെ വരും ചടങ്ങിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ അവൻ ഭയങ്കരമായിട്ട് വിഷമിച്ച് ആ ഒരു വിഷമഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് 2-3 ദിവസമായിട്ട്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റിയെന്ന്. ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. ഒരാളുടെ അശ്രദ്ധ മൂലം ഒരു കുടുംബത്തിനും എല്ലാവർക്കും തീരാ നഷ്ടം പറ്റിയ ഒരു കാര്യമാണ് ആക്സിഡന്റ്. അതൊരു ആക്സിഡന്റ് എന്ന് മാത്രം അങ്ങനെ പറയാനും പറ്റുമല്ല. കാരണം ആക്സിഡന്റ് എന്ന് വെച്ചാൽ അബദ്ധവശാൽ പറ്റി പോകുന്ന ഒന്നല്ലേ ഇത്. ഓട്ടോയിൽ ആ കൊച്ചും അനിയത്തിയും സൂപ്പർ മാർക്കറ്റിലോട്ട് പോയതാണ്. കാർഡ് അവരുടെ റേഷൻ കാർഡ് വഴി സാധനങ്ങളൊക്കെ കിട്ടുന്നു. അങ്ങനെ മേടിക്കാനായിട്ട് പോയതാണ്, തെങ്ങണയിലോട്ട് പോയതാണ്. അപ്പോൾ വണ്ടി ഭയങ്കര ഓവർ സ്പീഡായിരുന്നു. ആ കൂട്ടത്തിൽ ആ ചെറുക്കൻ ഫോൺ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫോൺ പെട്ടെന്ന് താഴോട്ട് പോയപ്പോഴത്തേക്കും ഫോൺ കുനിഞ്ഞു. അപ്പം കുനിഞ്ഞ് ഫോൺ എടുക്കാൻ നേരത്തേക്ക് നല്ല സ്പീഡായിരുന്നു. ഓട്ടം 3 വീലേ ഓടുന്ന വണ്ടിയല്ലേ. പെട്ടെന്ന് അവൻ നേരെ പോസ്റ്റിന് നേരെ പോയി. പോസ്റ്റിലോട്ട് അവൻ എണീറ്റപ്പോൾ ഇടിക്കുന്ന രീതി ആയപ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് ഇത് തിരിച്ചു. വണ്ടി വട്ടം വെച്ചു. കുഞ്ഞിൻ്റെ പോസ്റ്റിൻ്റെയും ഓട്ടോയുടെ ഇടയ്ക്കായി പോയി കൊച്ച് മൊത്തത്തിൽ. അങ്ങനെ തലയ്ക്ക് നല്ല പരിക്കേറ്റു. ഇളയ ആൾക്കും ഞാൻ കണ്ടു കേട്ടോ കുഞ്ഞിനെ. ഇവിടെ ഒരു കുറേ സ്റ്റിച്ചുകളുണ്ട്, ഇവിടെ സ്റ്റിച്ചുകളുണ്ട്. മൊത്തം ആ കൊച്ചിൻ്റെ മുഖം ഫുള്ള് സ്റ്റിച്ചുകളാണ്. മൂത്തയാളല്ല, രണ്ടാമത്തെ ആളാണ്. ഇനി അവർ 3 പേരാണ്. അപ്പോൾ ആ പെൺകുട്ടി അന്ന് തൊട്ട് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലായിരുന്നു. അവനെ അന്ന് ആശുപത്രി പോയപ്പോഴത്തേക്കും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനോടത്ത് ആക്സിഡന്റ് ചെറിയ എന്തെങ്കിലും കാര്യമായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം 3-ാം തീയതിയാണ്. എനിക്കറിയത്തില്ലായിരുന്നു അവൻ മെഡിക്കൽ കോളേജിലാണെന്ന് അവൻ പറഞ്ഞു. അന്ന് ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞിരുന്നു. അവനങ്ങനെ ആശുപത്രി പോയി. പിന്നെ അവൻ കഴിഞ്ഞ ദിവസമാണ് വിളിച്ചത്. കഴിഞ്ഞ ദിവസം ഞാനോടത്ത് അവൻ പിന്നെ ജോലിക്ക്, അവൻ എറണാകുളത്താണ് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം ജോലി കയറി കാണുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിനിടയ്ക്ക് ആ കുട്ടി മരണപ്പെട്ടു. തലയ്ക്ക് നല്ല അടി കിട്ടിയിട്ട് പോസ്റ്റിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ഇതായി പോയിട്ട് ബ്രെയിനിൽ കാര്യമായിട്ട് നല്ല ഡാമേജസ് ഉണ്ടായി. അതുപോലെ ഒന്ന് ഓക്കെ ആയി വന്നു. അവനോടൊന്ന് സംസാരിച്ചെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം അവനോട് ഡോക്ടർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിവിടെ ജീവൻ ഉണ്ടാകത്തുള്ളൂ പറഞ്ഞു. ഞാൻ ആരോടും പറഞ്ഞൊന്നുമില്ലായിരുന്നു. പക്ഷെ അന്ന് വൈകുന്നേരം വരെ കൊച്ചു പിടിച്ചു നിന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും മരണപ്പെട്ടു. ബ്ലീഡിങ് ആയിരുന്നു തലയ്ക്കകത്ത്, മരണപ്പെട്ടു. അങ്ങനെ ഒരു ഭയങ്കര ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി. ഞങ്ങൾ അവിടെയായിരുന്നു. 3-4 ദിവസമായിട്ട് അത് ആ വീഡിയോ ഇല്ല. അവൻ്റെ കൂടെ തന്നെയായിരുന്നു. അവനെ നോക്കിയാക്കി എടുക്കാൻ ഇത്തിരി പാടായിരുന്നു. കാരണം ഭയങ്കര വീക്ക് ആള്. കാരണം അനിയനും മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ഒത്തിരി വീക്കായിരുന്നു. കാരണം അനിയനും ഇതുപോലെ ആക്സിഡന്റ് ആയിട്ട് മരണപ്പെട്ട ലൂസിഫറിന്റെ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി. അപ്പം ഞാൻ ഇപ്പോൾ 10 വർഷമായി. അന്ന് ഞാൻ താമസിക്കുന്നതിൻ്റെ ഒരു ഏകദേശം 1.5 കിലോമീറ്റർ താഴെ തേയിലക്കകത്തോട്ട് ഓട്ടോ മറിഞ്ഞിട്ട് കൊച്ചു 13 സെന്റിമീറ്റർ ഉള്ളിലോട്ട് കമ്പ് കുത്തിക്കയറിയാണ് മരിച്ചത്. അന്നവൻ എൻ്റെ പ്രായമാണ് കേട്ടോ. അതിന് എന്നെക്കാളും 2 വയസ്സ് മൂത്താണ് കേട്ടോ. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാണ്. അപ്പോൾ അത് ഒന്നിച്ച് പഠിച്ചാണ്, ഒന്നിച്ച് നടന്നതാണ്. അതുകൊണ്ടാണ് ആ ഒരു ചേട്ടാന്നോ കാര്യങ്ങളൊന്നും വിളിക്കാത്തത്. നിന്നും സബിനെ വിളിച്ചാൽ ഭയങ്കര അറ്റാച്ചാണ് നമ്മളുമായിട്ട്. അപ്പോൾ അവൻ്റെ അനിയൻ എൻ്റെ പ്രായമായിരുന്നു. അപ്പോൾ അവന് പെട്ടെന്ന് പിന്നെയും ഒരു ഷോക്ക്, ഭയങ്കര ഒരു ഷോക്ക്. അപ്പോൾ അവനൊന്ന് നോക്കിയാക്കി എടുക്കാൻ ഇത്തിരി ടഫായ, ഭയങ്കര പാടായിരുന്നു. ഞങ്ങളെല്ലാം ചുറ്റിനും ഇരുന്ന് ഇവിടെ എല്ലാവരും അവൻ്റെ ഫാമിലി ആയിട്ട് ഇരുന്ന് ഒന്ന് നോക്കിയാക്കി എടുത്ത് അവനൊന്ന് ഇവിടെ വന്നിരിക്കുമ്പോൾ പിള്ളേരുടെ കൂടെ സബിമാമ എന്ന് പറഞ്ഞ് ആദ്യം അവനെ ഞാൻ അരിച്ചടക്ക് കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ആമിച്ച് സബിമാമ എന്ന് പറഞ്ഞ് ഞാനെ കെട്ടിപ്പിടിക്കും. അപ്പം പൊട്ടിക്കരഞ്ഞ് കഴിയട്ടോ. അപ്പം അവനൊന്ന് ഓക്കെയായി വന്നു. ഇപ്പം ഓക്കെയായി ഇന്നലെ അങ്ങോട്ട് നമ്മൾ മാവേലിക്കരയ്ക്ക് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടായത്.
അപ്പം എല്ലാവരും അവരെല്ലാം റിക്കവറായി വരാനും ആ കുഞ്ഞിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. കുറേ പേര് ചോദിച്ചു, നമ്മുടെ ഫാമിലിയുള്ള എല്ലാവർക്കും അവനെ ഇഷ്ടമാണ്, പലർക്കും അവനെ ഇഷ്ടമാണ്. എൻ്റെ എല്ലാ അവഘട്ടത്തിലും എൻ്റെ കൂടെ നിൽക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പം അവൻ്റെ കാര്യങ്ങളെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് മെസ്സേജ് കാര്യങ്ങൾ വരുന്നുണ്ട്, പറ്റുന്നവർക്കെല്ലാം റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞ ദിവസം അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക കുഞ്ഞിൻ്റെ ആത്മാവിനായിട്ട്, ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. 24 വയസ്സേ ഉള്ളായിരുന്നു, മെഡിക്കായിരുന്നു, പഠിക്കാൻ BCom കഴിഞ്ഞിട്ട് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ലൈഫിൽ കുറേ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഓരോ ഗോൾസ് ഇങ്ങനെ വെച്ചിട്ട് അത് ഓരോന്നും അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു ദുർവിധി എത്തിയത്. അപ്പോൾ എല്ലാവർക്കും അത് തരണം ചെയ്യാനായിട്ടുള്ള ശക്തി കൊടുക്കാൻ വേണ്ടിയിട്ടും എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടാറ്റ, നാളെ കാണാം.